അഴിമതി തടഞ്ഞതിന്റെ പേരിൽ CPM കൗൺസിലർമാർ മണ്ണാർക്കാട് നഗരസഭാ ചെയർമാന്റെ കണ്ണിലെ കരടായെന്ന് CPM കൗൺസിലർമാർ. ചെയർമാൻ MLA കുപ്പായമിട്ട് നടക്കുന്നുവെന്നും CPM കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുനിസിപ്പൽ ചെയർമാന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു. ആരുമായുള്ള ഗൂഢാലോചന അത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടത് എനിക്കല്ല, അതിന്റെ അധികാരം എനിക്കില്ലല്ലോ. ചെയർമാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ആ വിഷയമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ കേസിൽ കൂട്ടുപിടിക്കുന്നുണ്ടെന്നുള്ള പറയാൻ കഴിയും. അല്ല, അക്കാര്യത്തെ കുറിച്ചൊന്നും നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടത്. അതിലെന്താ സംശയം? മുനിസിപ്പൽ ചെയർമാൻ ഞാനത് ലീഗിലെ 70% ആളുകളും ഈ ചെയർമാൻ ഈ കുപ്പായിട്ട് ഇവരൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇപ്പൊ എങ്ങനെയാണ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എങ്ങനെയാണ് ആയുർവേദ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്? എങ്ങനെയാണ്? അതൊക്കെ ഒരു മെസ്സേജാണ്. ഭയങ്കര ജനസ്വാധീനമാണ്, ഭയങ്കര ജനകീയനാണ് എന്ന് വരുത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം ഇയാൾക്കുണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ പാണക്കാട് നിന്ന് സീറ്റ് കിട്ടുള്ളൂ. കുഞ്ഞാലിക്കുട്ടി വരുമ്പോ കാണിച്ചു കൊടുക്കണല്ലോ മണ്ണാർക്കാടിന്റെ വികസനവും മണ്ണാർക്കാടിന്റെ വികസന നായകനും. കുഴപ്പമില്ല, ചെയർമാൻ ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് അറിയില്ലല്ലോ. മുണ്ടേക്കരാട് പോയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഭിന്നശേഷിക്കാരായ ഒരു പാവപ്പെട്ട കുട്ടിയുടെ വഴിയിലേക്ക് തടസ്സം നിന്നുകൊണ്ട് ഇപ്പോഴും അത് പൂർത്തീകരിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങളതൊന്ന് പരിശോധിക്കി പോയിട്ട്. വോട്ട് വെട്ടിയവർക്ക് ഹിയറിംഗ് നോട്ടീസ് നൽകിയില്ലെന്ന് കൗൺസിലർ K. മൻസൂർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ നീക്കത്തിന് പിന്നിൽ UDF കൗൺസിലർ ഷഫീഖ് റഹ്മാനാണെന്നും മൻസൂർ പറഞ്ഞു. താൻ വോട്ട് വെട്ടിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ച മൻസൂർ ഷഫീഖ് റഹ്മാൻ പർദ്ദയും ബുർക്കയും ഇട്ട് നടക്കേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. മറ്റു ചില കാര്യങ്ങളിലേക്ക് ഇന്നെ പറയിപ്പിച്ചാൽ നേരിട്ട് ഞങ്ങൾ മുഖാമുഖത്തിനുണ്ടെങ്കിൽ ഷഫീഖ് വരട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്നോട് തോർത്തുമുണ്ട് തലയിലിടാനാണ് പറഞ്ഞത്. തലയിലിട്ടാൽ പോലും നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പർദ്ദയും ബുർക്കയും ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകേണ്ടി വരും. ഈ പറഞ്ഞ ഇന്നലെ എന്തൊക്കെ ഭാഷ ഉപയോഗിച്ചിരുന്നു, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നാട്ടിലെ ആളുകൾക്ക് ഇന്നെ നന്നായിട്ട് അറിയാം, എന്റെ വാർഡിലെ ആളുകളെ നന്നായിട്ട് അറിയാം എന്നാണ് പറഞ്ഞത്. അതറിയാം. അത് നിങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സർവേ നടത്തിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ ജനകീയനാണ്, വളരെ ജനങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയണ്ടായി, 9:30 മണിക്ക് ഞാൻ പോകും, 5 മണിക്ക് ഞാൻ വരുള്ളൂ എന്നൊരു ആക്ഷേപം ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി പോകുന്നത്. അത് കറക്റ്റാണ്. പക്ഷെ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയാൽ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നിട്ട് തല പോകും. കാരണം അവിടെ ആളുകളുടെ പരാതി കേൾക്കാനോ ആളുകളുടെ കൂടെ നിൽക്കാനോ ആൾക്ക് ഒഴിവില്ല. അപ്പൊ അതുകൊണ്ട് ഇന്റെ തോർത്തുമുണ്ട് തലയിലിടാൻ വേണ്ടി ആയിട്ടൊന്നും ഷഫീഖ് റഹ്മാൻ ആയിട്ടില്ല എന്നുള്ളതിനെ ഞാൻ ഇപ്പോ ആ സമയത്ത് സൂചിപ്പിക്കുന്നു. തനിക്കെതിരെ വിജിലൻസ് വന്നാലും ഭയമില്ലെന്നും ചെയർമാനെ തോൽപ്പിച്ചതിന്റെ വൈരാഗ്യമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. വിജിലൻസ് എന്താ എന്ന് ആദ്യം പഠിക്കേണ്ടത് മുനിസിപ്പൽ ചെയർമാനാണ്. കാരണം മുനിസിപ്പൽ ചെയർമാൻ ഇടക്കിടക്ക് പറയും, ഞാൻ 35 വർഷമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതിനിധിയും ആയിട്ടുള്ളത് എന്നിടക്ക് മുനിസിപ്പൽ ചെയർമാൻ പറയാറുണ്ട്. പക്ഷെ അതെല്ലാം മുക്കണ്ണം പാലത്തിന്റെ അപ്പുറത്തേക്ക് 2015 മുക്കണ്ണം പാലം ഇങ്ങോട്ട് കയറി വന്ന് അവിടെ മത്സരരംഗത്ത് വന്നതാണ് 2015 നാരങ്ങപ്പറ്റ. അയാളുടെ ജനസ്വാധീനം എത്രമുണ്ട് മണ്ണാർക്കാട് എന്ന് അന്ന് ജനങ്ങൾ തിരിച്ച് അറിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം വിജിലൻസ് അന്വേഷണം. തോർത്തുമുണ്ടും ബുർക്കയും എന്ന പരാമർശം ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമാണോ എന്ന ചോദ്യത്തിന് കൗൺസിലർ മൻസൂർ മറുപടി നൽകി. MLAയെ പുകഴ്ത്തിയും ചെയർമാനെ ഇകഴ്ത്തിയുമുള്ള കൗൺസിലറുടെ പ്രസ്താവനകളും ചർച്ചയായി. ഷഫീഖ് റഹ്മാനെതിരായിട്ട് ഞാൻ ഉന്നയിച്ച ആരോപണം, ഇപ്പൊ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, ഞാൻ വെല്ലുവിളിച്ചു, ഞാൻ എന്റെ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും, മൻസൂർ എവിടെയെങ്കിലും വോട്ട് വെട്ടാൻ വേണ്ടി തീരുമാനിച്ചു പോയിരിക്കും. ഞാൻ ഉന്നയിച്ച 3 ആക്ഷേപങ്ങൾ ഇപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാം മുമ്പ് കേട്ടതാണ്.
അതൊന്നും എന്താ തിരുത്തരുത്. അപ്പോ ഇന്നെ തലയിൽ മുണ്ടിടാൻ അല്ലെങ്കിൽ തലയിൽ വേറെന്തെങ്കിലും ഇടാം. ഷെഫീക്ക് ഇതുവരെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കൂടുതൽ ഇടേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇതുവരെ ഷെഫീക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ ഇടേണ്ട മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിനെ കുറിച്ച് അവൻ പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാനിപ്പോ അങ്ങനെ പിന്നെ എന്താ പറയാ ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ആരാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ? ആരാ ഷെഫീഖ് റഹ്മാൻ ആരാ? അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു പിന്നെ കാര്യം നേടേണ്ട ഒരാളാണ് അയാൾ. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതേസമയം വാർത്താ സമ്മേളനത്തിൽ TR സെബാസ്റ്റ്യൻ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും മൻസൂർ വിശദീകരണം നൽകി. വിജിലൻസ് അന്വേഷണം എന്താണ്? വിജിലൻസ് അന്വേഷണത്തെ കുറിച്ച് ആദ്യം ചേർന്ന് പഠിക്കണം. പിന്നെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ഒരു പരാതി, കൗൺസിലറായ ഒരു പരാതി, ഞങ്ങളെടുത്ത തീരുമാനം, ഈ മന്ദനായ തീരുമാനത്തെ നമ്മളും അവരുടെ കൂട്ടത്തിൽ ആവരുതേ എന്നുള്ളത് കൊണ്ട് ഒറ്റ തീരുമാനം ഞങ്ങളെടുത്തു. ആക്ഷേപമാർക്കെതിരായിട്ടാണ്, CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയും കൗൺസിലറുമായ മൻസൂറിനെതിരായിട്ടാണ്. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സ്വാഗതം ചെയ്യണം. ആ വിഷയത്തെക്കുറിച്ച് പരാതി കൊടുത്താളും പരാതിക്കാരനെ സംസാരിച്ചോളാം, ഞാൻ സംസാരിച്ചോളാം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കഴിവില്ലാത്തൊരു സാധനത്തിന് എന്തിനാണ് നമ്മൾ വന്ന് ഭാരം വെച്ച് ഇതാക്കുന്നത്? പിന്നെ ഞങ്ങൾ വിജിലൻസിന്റെ സ്വാഗതം ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? UDF ഞാൻ വരാത്ത പിന്നെ ഞാൻ കുറച്ച് വെഴുകിയത് കാരണമാണ് അന്ന് അവിടെ സംസാരം. അവരൊറ്റ തീരുമാനം വിജിലൻസ് അന്വേഷണം കൂടെ അവസാനിപ്പിക്കുക, അതായിരുന്നു അവിടെ തീരുമാനം. ഞാൻ അല്ലാത്തത് കൊണ്ട് അവിടെ പിന്നെ ഷെഫീഖ് റഹ്മാൻ എന്തൊക്കെ പറയുന്നത്, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഞങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കരുതി അതിനാരും വള്ളം കാച്ചി നിൽക്കണ്ട എന്നുള്ളത് തന്നെയാണ്. മണ്ണാർക്കാട് നഗരസഭയുടെ ഭരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. CCN മണ്ണാർക്കാട്.